കൊടുവള്ളിയിൽ പ്രവർത്തിക്കുന്ന തണൽ ഡയാലിസിസ് സെന്ററിന് സൗത്ത് കൊടുവള്ളിയിൽ പൂനൂർ പുഴയോരത്തെ പാലത്ത് മണ്ണിൽ പ്രദേശത്ത് പുതിയ കെട്ടിടം പണിയാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തണൽ ഡയാലിസിസ് സെന്റർ നമുക്കൊക്കെ അറിയാം, നമുക്ക് ആശ്രയിക്കുന്നതാണ്, നമുക്ക് സഹായിക്കുന്നതാണ്, വേണ്ടതുമാണ്. ഏത് രീതിയിൽ നമ്മളതിനെ സഹായിക്കാൻ, പിന്തുണയ്ക്കാൻ, കൂടെ നിൽക്കാൻ തയ്യാറാണ്. നമ്മുടെ റെസിഡൻസ് പരിധിയിലുള്ള പാലത്ത് മണ്ണിൽ എന്ന പ്രദേശത്ത് നമ്മളൊക്കെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിനുള്ളിൽ അവിടെ കൊടുവള്ളി തണൽ എന്ന് തന്നെ പറയണം. തണൽ എന്ന സംവിധാനത്തിൽ നിന്നും മാറിക്കൊണ്ട് കൊടുവള്ളി തണൽ എന്ന രീതിയിലൊരു പ്രസ്ഥാനം അവിടേക്ക് വരണം എന്ന ആഗ്രഹത്താൽ, ആശയത്താൽ അവർ സ്ഥലം വാങ്ങിച്ചു. 65 സെന്റ് സ്ഥലം. തീർച്ചും പൂനൂർ പുഴയുടെ ഓരത്ത് വെള്ളത്തിൻ്റെ ആവശ്യകത, ലഭ്യത വേണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ കുടിവെള്ള പദ്ധതികൾ ഒരുപാടുള്ള പ്രകൃതി അതിൻ്റെ സ്വാഭാവിക രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥലം. 16,000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പൂനൂർ പുഴയും പ്രദേശത്തെ കിണറുകളും മലിനമാകാൻ കാരണമാകും. പുഴയിലും സമീപത്തുമായുള്ള നിരവധി കുടിവെള്ള പദ്ധതികളും ഉപയോഗശൂന്യമാകാൻ ഇടയാക്കുമെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഒരുപാട് വീടുകളുണ്ട്, ജലസ്രോതസ്സുകളുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്. വീടുകളിലെ കിണറുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിടിഞ്ഞ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു സ്ഥലത്ത് വെള്ളം കയറി അടുത്ത കിണറിൽ വെള്ളം കയറും, അല്ലെങ്കിൽ പുഴയിൽ വെള്ളം കയറിയാൽ കിണറിലും വെള്ളം കയറും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിശാസ്ത്രപരമായിട്ട് കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ വരാൻ പോകുന്ന ഈ പദ്ധതി ഏത് അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിക്ക് അവിടെ മുന്നിട്ട് ഇറങ്ങിയത്? ഫീസിബിലിറ്റി എന്ന ഏത് രീതിയിലൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ, തണലിൻ്റെ ഭാരവാഹികൾ, തണലുമായി ബന്ധപ്പെട്ട ആളുകളെ നിരന്തരം അറിയിക്കുന്നുണ്ട്. അവർക്കൊരു മുഖവിക്ക് എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതെ. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ഇത് വന്ന സമയത്ത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു വിവരാവകാശം കൊടുത്തു. അങ്ങനെ കിട്ടിയ പ്ലാനിലാണ് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ കാറ്റഗറിയാണ് 16,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു മറച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നൊരു പ്ലാൻ ഒരു 1,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. നിങ്ങൾ പരിശോധിച്ചോളൂ, ഞങ്ങൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി തന്നത് 16,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടം. 150ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഡയാലിസിസ് കേന്ദ്രം നിർമ്മിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്നും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ഉടൻ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി വന്നാൽ 4 വാർഡിലും 14 നേരിട്ടുള്ള ഉപഭോക്താക്കൾ 118 വാർത്താ സമ്മേളനത്തിൽ പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ CT ഖാദർ, വേളാട്ട് മുഹമ്മദ്, ET അഷ്റഫ്, KP മൊയ്തീൻ, ഖാദർ മേപ്പാല, NV ആലിക്കുട്ടി ഹാജി, PK അബ്ദുൽ വഹാബ്, ജലീൽ ചെരിയാല, NV മൊയ്തീൻ ഹാജി, സജീർ തെറ്റുമൽ, സിദ്ദീഖ് ചെരിയാല എന്നിവർ പങ്കെടുത്തു.